മോട്ടോർ ഇൻഫോടെക്കിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹീറോൻ്റെ സ്പ്ലെൻഡർ എക്സ്-ടെക് മോഡലിനെ കുറിച്ചാണ്. ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറവൂർ RTO ഓഫീസിന് സമീപമുള്ള കൈരളി ഹീറോ ഹോണ്ട ഷോറൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഹീറോൻ്റെ 2 വീലേഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൈരളി ഹീറോയിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. വളരെ ബെറ്റർ സർവീസാണ്. ഫിനാൻസിനും എക്സ്ചേഞ്ചിനുള്ള സപ്പോർട്ടെല്ലാം അവിടെ അവർ ചെയ്തു തരുന്നതാണ്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തു. വളരെയധികം ജനപ്രീതി നേടിയ ഹീറോ സ്പ്ലെൻഡർ പ്ലസിനെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് 2023 OBD2 സപ്പോർട്ടഡ് E20 ഫ്യൂൽ ഓപ്ഷൻ വരുന്ന സ്പ്ലെൻഡർ പ്ലസിന് 3 വേരിയൻസ് ആണ് മെയിനായിട്ട് സെല്ലിംഗ് ഉള്ളത്. നോർമൽ സ്പ്ലെൻഡർ പ്ലസ് വരുന്നുണ്ട്, പിന്നെ 1 എഡിഷൻ എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ട്, പിന്നെ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന സ്പ്ലെൻഡർ പ്ലസ് എക്സ്-ടെക് എന്നുള്ളൊരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഹീറോ സ്പ്ലെൻഡർ എക്സ്-ടെക് നമ്മളെടുത്തേക്കുന്നതിനൊരു ബ്ലാക്കിൽ ബ്ലൂ സ്റ്റിക്കർ വരുന്നൊരു മോഡലാണ്. അതിൻ്റെ സൺവൈസർ വരുന്നത് ഏകദേശം ബ്ലാക്ക് കളറിൽ ബ്ലൂ സ്റ്റിക്കർ വരുന്നുണ്ട്, പിന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് സ്പ്ലെൻഡർ പ്ലസിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. വളരെ വൈഡായി സ്ക്വയർ ഷേപ്പിലുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതിൽ നിന്ന് യെല്ലോ കളർ ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് വാട്ടർ കളർ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് വളരെയധികം ഫ്ലെക്സിബിളാണ്. നമുക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ തട്ടിയാൽ തന്നെയും ഇൻഡിക്കേറ്റർ തട്ടി ഡാമേജ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുന്നത് ഫ്രണ്ട് ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. നമുക്ക് അത്യാവശ്യം ബമ്പുകളൊക്കെ ചാടിയാൽ തന്നെയും ഒരു കംപ്ലൈൻറ്റ് വരുന്നില്ല. പിന്നെ മാറ്റ് ബ്ലാക്ക് അല്ല, ഇതിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് മഡ് ഗാർഡ് വരുന്നത്. 18 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വാഹനത്തിന് തരുന്നത്. ഫ്രണ്ട് ബാക്ക് മാറ്റ് ബ്ലാക്ക് കളർ അലോയ് വീൽസ് വാഹനത്തിന് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ. പിന്നെ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോംബി ബ്രേക്ക് സിസ്റ്റം അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഫ്രണ്ടോ ബാക്കോ ഏതൊരു ബ്രേക്ക് അപ്ലൈ ചെയ്താലും അത് പ്രൊപ്പോർഷണലായിട്ട് 2 സൈഡിലും ബ്രേക്കിംഗ് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ലഭിക്കും. വാഹനത്തിൻ്റെ ലെഗ് ഗാർഡ് വരുന്നത് ക്രോം പ്ലേറ്റഡ് ആണ്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പാണ്. ഇനി നമുക്ക് അതിൻ്റെ സ്വിച്ചസൊക്കെ ഒന്ന് പരിശോധിക്കാം. സ്വിച്ചസ് എല്ലാം വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. സ്വിച്ചിൻ്റെ കവർ മാറ്റ് ബ്ലാക്ക് വരും, സ്വിച്ചസ് എല്ലാം ഗ്ലോസി ആയിരിക്കും. ഹാൻഡിൽ ബാർ വരുന്നത് ക്രോം പ്ലേറ്റഡ് ആണ്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് I3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് വാഹനം ഒരുപാട് നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തനിയെ ഓഫായി പോവുകയും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായ വാഹനത്തിൻ്റെ കീ, അതുപോലെ തന്നെ ആ ഡിജിറ്റൽ മീറ്റർ, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. വാഹനത്തിൻ്റെ കീ വരുന്നത് ആ സ്റ്റാൻഡേർഡ് സ്പ്ലെൻഡറിൻ്റെ വളരെ വർഷങ്ങളായിട്ട് ഈ സെയിം കീ തന്നെയാണ് വാഹനത്തിന് തരുന്നത്. ഹീറോ എന്നുള്ള ബാഡ്ജിങ് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്, ബാക്കിയെല്ലാം സെയിം ടു സെയിം ആണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ മീറ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. അതിനൊരു ക്രോം പ്ലേറ്റഡ്, അതായത് ഒരു ക്രോമിൻ്റെ ഒരു ഹൗസിങ് കൊടുത്തിട്ടുണ്ട് കുറച്ച് റിച്ച് ലുക്ക് കിട്ടാനായിട്ട്. എക്സ്-ടെക് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ മീറ്ററിൽ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൽ റിയൽ ടൈം മൈലേജ് കാണിക്കും, അത് കറൻ്റ് റണ്ണിങ് എത്ര മൈലേജാണ് വാഹനത്തിന് കിട്ടുന്നത് കാണിക്കും. അതുകൂടാതെ സൈഡ് സ്റ്റാൻഡ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. ഓഡോമീറ്റർ ഡിജിറ്റലായിട്ട് കാണിക്കും. ഫ്യൂവൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ എഞ്ചിൻ ലൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ ലൈറ്റ്, ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻസ് വരും. അതായത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ കോള്, മിസ് കോൾ അലേർട്ട്, അതുപോലെ തന്നെ SMS-ൻ്റെ നോട്ടിഫിക്കേഷൻ, ഫോണിൻ്റെ ബാറ്ററിയുടെ നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം കാണിക്കും. ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും, അത് കറണ്ട് ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നത് എന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ I3S ലൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, I3S ബട്ടൺ ആണോ ഓഫ് ആണോ എന്നുള്ളതെല്ലാം കാണിക്കും. പിന്നെ അതുകൂടാതെ നോർമലായിട്ട് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്യൂൽ ഗേജ്, ഹെഡ്ലൈറ്റ്സിൻ്റെ പാർക്ക് ലൈറ്റ് ആണോ ഹൈ ബീം ആണോ ഓൺ ആയിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വാഹനത്തിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മീറ്ററിൻ്റെ ഡിസ്പ്ലേ കളർ വരുന്നത് ഓറഞ്ച് കളർ ലൈറ്റാണ്. ഓറഞ്ച് കളർ ലൈറ്റിലാണ് അതിൻ്റെ ഡിസ്പ്ലേ എല്ലാം കാണിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 9.8 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 68-70 റേഞ്ചിൽ നമുക്കൊരു മൈലേജ് കിട്ടുന്നതാണ് ഇതിൽ. അത് കൂടാതെ ഹീറോൻ്റെ ഒരു 3D ബാഡ്ജിങ്, ഒരു എംബ്ലം കൂടി കാണുന്നുണ്ട്. സൈഡ് കവറിലും സ്പ്ലെൻഡർ പ്ലസിൻ്റെയും എക്സ്-ടെക്കിൻ്റെയും ബാഡ്ജിങ് കാണിക്കും. വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത് വളരെ ലോങ് ആണ്, 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ടൈപ്പാണ്, അത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. സാരി ഗാർഡ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ചെയിൻ കവർ വരുന്നത് മെറ്റൽ ഫിനിഷാണ്, അതുപോലെ തന്നെ മെറ്റൽ ബോഡിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാരിയർ സെയിം തന്നെ, അതായത് എല്ലാ സ്പ്ലെൻഡറിലും വരുന്ന പോലെ തന്നെ ക്രോം പ്ലേറ്റഡ് ആണ്, വളരെ ഹാൻഡിയാണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വളരെയധികം ഫ്ലെക്സിബിളാണ്, വാട്ടർ കളറാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ സാരി ഗാർഡ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലാണ്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് സസ്പെൻഷനാണ് ഹീറോ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോക്സി ഷേപ്പ് ക്ലാസിക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റും പിന്നെ ഹാർഡ് ഫൈബർ മെറ്റീരിയലിലുള്ള
മഡ് ഗാർഡുമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ബ്രേക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്, പക്ഷേ കോമ്പി ബ്രേക്ക് സപ്പോർട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്ന വീല് അലോയ് വീലാണ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ളത്. ടയേഴ്സ് വരുന്നത് 18 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സൈലൻസറിന് ഒരു ക്രോം ഫിനിഷിലുള്ള കവർ കൊടുത്തിട്ടുണ്ട്. സൈഡ് കവറിലെല്ലാം എക്സ്റ്റെക്കിൻ്റെ ബാഡ്ജിങ്ങും സ്റ്റിക്കർ വർക്കും വരുന്നുണ്ട്. എൻജിൻ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണ്, 97 cc എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഈ വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ ഔട്ട് വരുന്നത് 8.25 bhp ടോർക്ക് വരുന്നത് 8.05 Nm. ഏകദേശം 68-70 മൈലേജ് വരുന്ന ഈ വാഹനം ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 9.8 ലിറ്ററാണ്. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വാഹനമാണ്. അതുകൊണ്ട് 1.5 ലിറ്ററെങ്കിലും മിനിമം ഫ്യൂൽ നമ്മൾ വാഹനത്തിൽ കീപ്പ് ചെയ്യണം. 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ഫ്യൂൽ അടിച്ചിട്ട് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് എന്തായാലും കംപ്ലൈൻ്റ് ആയിപ്പോവും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിന് കിക്ക് സ്റ്റാർട്ടും അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും അവൈലബിൾ ആണ്. നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടറിനും അവർ കവർ നൽകുന്നുണ്ട്. അത് ബജാജിൻ്റെ വാഹനങ്ങൾക്കൊന്നും കമ്പനി നൽകാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കാല് പൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യും. പിന്നെ 4 പാടും ഹീറോൻ്റെ സ്പെഷ്യൽ ബാഡ്ജിങ് സ്റ്റിക്കർ വർക്കും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ വില വരുന്നത് ഏകദേശം 92,000 രൂപയ്ക്കും 1,10,000 രൂപയ്ക്കും ഇടയിലാണ്. ആ മോഡൽ ടു മോഡൽ അനുസരിച്ച് വാഹനത്തിൻ്റെ വില ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. അതുപോലെ ഈ സെഗ്മെൻറ്റിൽ ഒരു 75,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും ഇടയിൽ ലഭിക്കാവുന്ന വാഹനങ്ങളിലെല്ലാം ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചാനൽ എടുത്ത് നോക്കുക, വീഡിയോസ് റെസ്പെക്റ്റീവായിട്ട് കാണാം. അതുപോലെ തന്നെ സ്കൂട്ടേഴ്സിൻ്റെയും 1,00,000 രൂപയ്ക്ക് താഴെയുള്ള സ്കൂട്ടറുകൾ, അതുപോലെ നല്ലപോലെ മൈലേജ് കിട്ടുന്ന സ്കൂട്ടറുകൾ, നല്ലപോലെ സ്റ്റൈലിഷായിട്ട് പോകുന്ന സ്കൂട്ടറുകൾ, കോളേജ് സ്റ്റുഡൻസിന് ഉപയോഗിക്കാവുന്ന വണ്ടികൾ, 160 cc ഉള്ള വണ്ടികൾ, അങ്ങനെ ഒത്തിരി അട്രാക്റ്റീവായിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം എടുത്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ വേറെ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പേരുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മളതിന് നല്ല വീഡിയോസ് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. സനീർ സൈനിങ് ഓഫ് ഫ്രം മോട്ടോ ഇൻഫോടെക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടാറ്റ, സീ യു.